വചനോത്സവ ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക്, ഈശോയുടെ വചനത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ നമുക്ക് പ്രവേശിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതും. പരീക്ഷ എഴുതിയിട്ട് അത് ജയിച്ചു കഴിയുമ്പോൾ, റിസൾട്ട് വന്ന് ജയിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രൊമോഷൻ ലഭിക്കും. അങ്ങനെ ഓരോ ക്ലാസ്സുകളിലും പഠിക്കുമ്പോൾ ഓരോ വർഷത്തിൻ്റെയും അവസാനത്തിൽ, അധ്യയന വർഷത്തിൻ്റെ അവസാനത്തിൽ വാർഷിക പരീക്ഷ നടക്കുകയും ആ പരീക്ഷയിൽ ജയിക്കുന്ന വഴി ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരികയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പരീക്ഷകൾ എപ്പോഴും നടക്കാറുണ്ട്. ഈ ആധ്യാത്മിക ജീവിതത്തിലെ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ആ പരീക്ഷയെ സമീപിക്കുന്നത്? രണ്ട് തരത്തിലാണ് പരീക്ഷകൾ നടക്കുക. ഒന്ന് സഹനത്തിലൂടെ, രണ്ട് പ്രലോഭനങ്ങളിലൂടെ. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദുഃഖങ്ങൾ നൽകുന്ന, പ്രതീക്ഷകൾ കൈവിട്ടു പോകുന്ന, ആരും സഹായിക്കാനില്ലാത്ത രീതിയിലുള്ള സന്ദർഭങ്ങൾ വരും. സഹനങ്ങൾ, രോഗം, സാമ്പത്തിക നഷ്ടം, വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ, ബുദ്ധിമുട്ടുകൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥകൾ, മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ, ജോലി മേഖലകളിൽ നമ്മുടെ അധികാരികളിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അങ്ങനെ പലതരത്തിൽ പല സാഹചര്യങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ സഹനമാകുന്ന പരീക്ഷയെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? ആ പരീക്ഷ നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രലോഭനങ്ങളാകുന്ന പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. 10 പ്രമാണങ്ങൾക്ക് എതിരെ ജീവിക്കുവാൻ വേണ്ടി പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കും. ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കൽ നിന്ന് നമ്മളെ അനുദിനം മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പിശാച് നമുക്ക് നൽകി നമ്മളെ പ്രലോഭിപ്പിക്കും. മൂലപാപങ്ങളിലേക്ക് നമ്മളെ വീഴ്ത്തിക്കൊണ്ട് പിശാച് നമ്മളെ പരീക്ഷിക്കും. പ്രലോഭനങ്ങൾ, ഈ 3 തലങ്ങളിലൂടെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ നമ്മൾ ഈ പ്രലോഭനം എന്ന പരീക്ഷയെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഈ 2 പരീക്ഷകളും നമ്മൾ നന്നായി എഴുതിയെങ്കിൽ മാത്രമേ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഓരോ ഘട്ടം കഴിഞ്ഞ് നമ്മൾ വളരുകയുള്ളൂ. ആ പരീക്ഷകളെ നമ്മൾ അതിജീവിക്കുന്നത്, വിജയിക്കുന്നത് വിശ്വാസം വഴിയാണ്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനം 6-7 വാക്യങ്ങൾ, 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കും. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പൊ പരീക്ഷകളെ അതിജീവിക്കുന്ന ഒരു കാര്യം നമ്മുടെ വിശ്വാസമാണ്. പരീക്ഷകളെ അതിജീവിക്കുവാൻ ഉപയോഗിക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. അഗ്നിശോധയെ അതിജീവിക്കുന്ന സ്വർണം, അതുപോലെ നമ്മുടെ പരീക്ഷകളെ, ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളെ വിശ്വാസം കൊണ്ട് അതിജീവിക്കണം. അങ്ങനെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുകയും ആധ്യാത്മിക ജീവിതത്തിൽ വളരുകയും നമ്മൾ ചെയ്യും. പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, അതിന് അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആധ്യാത്മിക ജീവിതം വളർച്ച പ്രാപിക്കില്ല. അപ്പോൾ വിശ്വാസം, ഈശോ വിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്നും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ജീവിച്ചുവെന്നും ഈശോ പീഡകൾ സഹിച്ച് പീഡാനുഭവങ്ങളൊക്കെ റിയൽ ആയിട്ട് ഈശോ അനുഭവിച്ചു എന്നും എനിക്ക് വേണ്ടി ഈശോ മരിച്ചുവെന്നും ഈശോ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വന്നു എന്നും
മരിച്ച് ഉത്ഥാനം ചെയ്ത് എനിക്ക് വേണ്ടി രക്ഷ നേടിത്തന്നു എന്നും സ്വർഗത്തിൽ എനിക്കൊരിടം ഈശോ നേടിവെച്ചിട്ടുണ്ടെന്നുമുള്ള വിശ്വാസം, ആ ഈശോ ഇപ്പോഴും വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്നുള്ള വിശ്വാസം, ഈ വിശ്വാസമാണ് പരീക്ഷകളെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കേണ്ടത്. അപ്പം നമ്മുടെ വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഓരോ പരീക്ഷകളെയും അതിജീവിക്കുന്നത്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഈശോയിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പ്രലോഭനത്തെ അതിജീവിക്കണം. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഈശോയിലുള്ള വിശ്വാസം കൊണ്ട് ആ സഹനങ്ങളെ നേരിട്ട് അനുഭവിച്ച് അതിലൂടെ കടന്നുപോയി മുമ്പോട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായും ആധ്യാത്മിക ജീവിതത്തിൽ വളരുന്നത്. ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിവിധ തരങ്ങളിലുള്ള പരീക്ഷകൾ സഹനങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നു വരുമ്പോൾ ഈശോയെ, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് അതിജീവിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. പരീക്ഷകളെ അതിജീവിക്കുവാൻ തരത്തിലുള്ള ഒരു വിശ്വാസം നൽകി ഈശോയെ ആധ്യാത്മിക ജീവിതത്തിൽ വളരുവാനുള്ള കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.